അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെ 39 ആയത്തുകളാണ് മനഃപ്പാടമാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 40-41 ഭാഗം മനഃപ്പാടം, തജ്വീദ്, ലഘൂകരണം എന്നിവയോടുകൂടി പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തീർച്ചയായും ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ഇസ്രായീൽ اذْكُرُوا نِعْمَتِيَ الَّتِي أَنْعَمْتُ عَلَيْكُمْ وَأَوْفُوا بِعَهْدِي أُوفِ بِعَهْدِكُمْ وَإِيَّايَ فَارْهَبُونِ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ യാക്ക് മുകളിൽ ചെറിയ അലിഫ് കാണുന്നുണ്ട്. അവിടെ മദ് അസ്ലിയാണ്. 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെയുള്ളത് യാ ബനി, അവിടെ മദ് മുൻഫസിലാണ്. 4-5 ഹർക്കത്ത് വരെ നീട്ടാം. യാ ബനി ഇസ്രായീല, ഇവിടെ റാക്ക് തഫ്ഹീം ചെയ്യണം. അതേപോലെ ഇസ്രായീൽ, അവിടെ മദ് മുത്തസിലാണ്. 4-5 ഹർക്കത്ത് നിർബന്ധമായും നീട്ടണം. ഇസ്കുറു, അവിടെ റാക്ക് തഫ്ഹീം ചെയ്യണം. പിന്നെയുള്ള നിയമം നിഅമത്തി അല്ലത്തി, അവിടെ മദ് മുൻഫസിലാണ്. 4-5 ഹർക്കത്ത് വരെ നീട്ടി ഓതാം. അതേപോലെ വ ഔഫു ബി അഹദി, അവിടെയും മദ് മുൻഫസിലാണ്. അവിടെയും 4-5 ഹർക്കത്ത് വരെ നീട്ടി ഓതാം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇവിടെ വ ഇയ്യായ, അവിടെ മദ് അസ്ലിയാണ്. 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. ഫർഹബൂൻ, അവിടെ തഫ്ഹീം ചെയ്യണം, റാ കനപ്പിച്ചോദണം. പിന്നെയുള്ളത് മദ് ആരിദു സുക്കൂനാണ്. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കാം. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുകയും എന്നോടുള്ള കരാർ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. എങ്കിൽ നിങ്ങളോടുള്ള കരാർ ഞാനും നിറവേറ്റാം. എന്നെ മാത്രമേ നിങ്ങൾ ഭയപ്പെടാവൂ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ. ഇസ്കുറു, നിങ്ങൾ ഓർക്കുവിൻ. നിഅമത്തിയല്ലത്തി, എൻ്റെ അനുഗ്രഹത്തെ. അൻഅംതു, ഞാൻ അനുഗ്രഹിച്ച. അലൈക്കും, നിങ്ങളുടെ മേൽ. വ ഔഫു, നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. ബി അഹ്ദി, എൻ്റെ കരാറിനെ. ഊഫി, ഞാൻ നിറവേറ്റും. ബി അഹ്ദിക്കും, നിങ്ങളുടെ കരാറിനെ. വ ഇയ്യായ, എന്നെ മാത്രം. ഫർഹബൂൻ, എന്നെ ഭയപ്പെടുവിൻ. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് മനഃപ്പാടം നോക്കാം. ബൈഹാർട്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. 1. നോക്കി ഓതുമ്പോൾ വിരൽ ഓരോ അക്ഷരത്തിന് അടിയിലും വെച്ച് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ഓതുക. ഓരോ ഭാഗവും 3 തവണയെങ്കിലും ഓതണം. ചിലർക്ക് 3 തവണ മതിയാവും, മറ്റു ചിലർക്ക് അതിൽ കൂടുതൽ തവണ ആവർത്തിക്കേണ്ടി വരും. മനസ്സിൽ പതിയുന്നതുവരെ ഓതുക. ചിലർക്ക് മനസ്സിൽ ഓതിയാലായിരിക്കും വേഗം മനഃപ്പാടമാവുക, മറ്റു ചിലർക്ക് ഉറക്കെ ഓതണം. അവരവരുടെ സൗകര്യം പോലെ ഓതി പഠിക്കുക. എന്നാൽ നമുക്ക് മനഃപ്പാടത്തിലേക്ക് കടക്കാം. യാ ബനി ഇസ്രായീൽ ഉസ്കുറൂ നിഅമതിയല്ലതി. യാ ബനി ഇസ്രായീൽ ഉസ്കുറൂ നിഅമതിയല്ലതി. യാ ബനി ഇസ്രായീൽ ഉസ്കുറൂ നിഅമതിയല്ലതി. ഇത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിയാത്തവർ വീണ്ടും ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതൊന്ന് കാണാതെ ഓതി നോക്കാം. ഇത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം ഈ ഭാഗത്തേക്ക് കടന്നാൽ മതി. അൻഅംതു അലൈക്കും വ ഔഫു ബി അഹ്ദി. അൻഅംതു അലൈക്കും വ ഔഫു ബി അഹ്ദി.
അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഈ ഭാഗം മനസ്സിൽ പതിഞ്ഞതിനു ശേഷം നമുക്ക് ഈ വരി ഒന്ന് കൂട്ടിയോജിപ്പിച്ച് ഓതി നോക്കാം. യാ ബനീ ഇസ്രാഈൽ ഉസ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി. യാ ബനീ ഇസ്രാഈൽ ഉസ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി. യാ ബനീ ഇസ്രാഈൽ ഉസ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി. ഇത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കണം. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഈ വരി ഒന്ന് കാണാതെ ഓതി നോക്കൂ. ആ വരി മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. ഊഫി ബി അഹ്ദികും വ ഇയ്യായ ഫർഹബൂൻ വആമിനൂ ബിമാ ഊഫി ബി അഹ്ദികും വ ഇയ്യായ ഫർഹബൂൻ വആമിനൂ ബിമാ ഊഫി ബി അഹ്ദികും വ ഇയ്യായ ഫർഹബൂൻ വആമിനൂ ബിമാ. ഇനി ഇതൊന്ന് കാണാതെ ഓതി നോക്കൂ. ആ ഭാഗം മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ആയത്ത് മൊത്തമായി ഓതി നോക്കാം. യാ ബനീ ഇസ്രാഈൽ ഉസ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വഇയ്യായ ഫർഹബൂൻ വആമിനൂ ബിമാ. യാ ബനീ ഇസ്രാഈൽ ഉസ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വഇയ്യായ ഫർഹബൂൻ വആമിനൂ ബിമാ. യാ ബനീ ഇസ്രാഈൽ ഉസ്കുറൂ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വഇയ്യായ ഫർഹബൂൻ വആമിനൂ ബിമാ. ഇനി ഈ ആയത്ത് ഒന്ന് കാണാതെ നോക്കൂ. അപ്പോൾ ഈ ആയത്ത് മനസ്സിൽ പതിയുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കണം. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് കടക്കാം. വആമിനൂ ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനൂ അവ്വല കാഫിരിൻ ബിഹി വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ ബിമാ, അവിടെ മദ് മുൻഫസിലാണ്, 4-5 ഹർക്കത്ത് വരെ നീട്ടാം. പിന്നെയുള്ളത് ഇഖ്ഫ ആണ്. ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട സായാണ് സുക്കൂനുള്ള നൂനിന് ശേഷം വരുന്നത്. അതുകൊണ്ട് നൂനിനെ വെളിവാക്കാതെ മറച്ച് വെച്ച് മണിച്ചു കൊണ്ട് ചേർത്തി ഓതണം. അൻസൽത്ത, അൻസൽത്ത എന്നല്ല, അൻസൽത്ത. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇവിടെ സ്വാദ്, കാഫ്, റ എന്നീ 3 അക്ഷരങ്ങൾ തഫ്ഹീം ചെയ്യണം. പിന്നെയുള്ളത് ഇദ്ഗാം ബിലാ ഗുന്നയാണ്. മുസദ്ദിഖൻ ലിമ, ഇവിടെ
സുക്കൂണിലെ നൂനിന് ശേഷമോ തൻവീന് ശേഷമോ ലാമോ അല്ലെങ്കിൽ റാ എന്നീ രണ്ടക്ഷരങ്ങൾ വന്നാൽ അവിടെ നൂനിനെ പൂർണ്ണമായും ഒഴിവാക്കി മണിക്കാതെ ചേർത്തി ഓതണം. മുസദ്ദിക്കൻ ലിമ എന്നല്ല, മുസദ്ദിക്കല്ലിമ. പിന്നെയുള്ളത് മദ് മുൻഫസിലാണ്. വലാ തക്കൂനു, അവിടെ 4-5 ഹർക്കത്ത് വരെ നീട്ടി ഓതാം. പിന്നെയുള്ളത് ഇഖ്ലാബാണ്. കാഫിരിംബിഹി, കാഫിരിൻ അവിടെ തൻവീനാണ്. സുക്കൂനിലെ നൂനിന് ശേഷമോ തൻവീന് ശേഷമോ അടുത്ത അക്ഷരം ബ എന്ന അക്ഷരമാണെങ്കിൽ അവിടെ നൂനിനെ മാറ്റിമറിക്കണം, അതായത് ഇഖ്ലാബ് ചെയ്യണം. അതായത് നൂനിനെ മീമിലേക്ക് മാറ്റിമറിച്ച് ഓതണം. കാഫിരിംബിഹി, കാഫിരിൻ ബിഹി എന്നല്ല, കാഫിരിംബിഹി. പിന്നെയുള്ളത് മദ് അസ്ലിയാണ്. കാഫിരിംബിഹി അവിടെ നിർത്തുന്നില്ല എങ്കിൽ കാഫിരിംബിഹി 2 ഹർക്കത്ത് നീട്ടണം. അതേപോലെ ബി ആയാത്തി അവിടെയും 2 ഹർക്കത്ത് നീട്ടണം. ഇവിടെ ഇഖ്ഫ ആണ്. സമനം ഖലീലൻ, ഇവിടെ കാഫ് ഹെവി ലെറ്റേഴ്സ് ആയതുകൊണ്ട് ഈ ഇഖ്ഫ ചെയ്യുമ്പോഴും അവിടെ ആ മണിപ്പിക്കൽ കുറച്ച് ഹെവി ആയിട്ട് തന്നെ മണിപ്പിക്കണം. സമനം ഖലീലൻ. ഇഖ്ഫാൻ്റെ നിയമം നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അതേപോലെ കാഫ് തഫ്ഖീം ചെയ്യണം. പിന്നെയുള്ളത് ഇദ്ഗാം ബിഗുന്നയാണ്. ഖലീലംബ, ഇവിടെ സുക്കൂനിലെ നൂനിന് ശേഷമോ തൻവീന് ശേഷമോ വ, യ, നൂൻ, മീം എന്നീ 4 അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. പിന്നെയുള്ളത് മദ് അസ്ലിയാണ്. വയ്യായ അവിടെ 2 ഹർക്കത്ത് വരെ നീട്ടാം. പിന്നെയുള്ളത് മദ് ആരിലു സുക്കൂനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ച സന്ദേശത്തിൽ, അതായത് ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കൂ. അതിനെ ആദ്യമായി തന്നെ നിഷേധിക്കുന്നവർ നിങ്ങളാകരുത്. തുച്ഛമായ വിലയ്ക്ക്, അതായത് ഭൗതിക നേട്ടത്തിന് പകരം എൻ്റെ വചനങ്ങൾ നിങ്ങൾ വിറ്റുകളയുകയും ചെയ്യരുത്. എന്നോട് മാത്രം നിങ്ങൾ ഭയഭക്തി പുലർത്തുക. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വ ആമിനു, വിശ്വസിക്കുകയും ചെയ്യുവിൻ. ബിമാ അൻസൽത, ഞാൻ അവതരിപ്പിച്ചതിൽ. മുസദ്ദിഖൻ, സത്യപ്പെടുത്തിക്കൊണ്ട്. ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെയുള്ളതിനെ. വലാ തകൂനു, നിങ്ങളായിരിക്കുകയും അരുത്. ഔവല, ഒന്നാമത്തെ. കാഫിരിംബി, അതിൽ അവിശ്വസിക്കുന്ന. വലാ തസ്തറു, നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. ബി ആയാത്തി, എൻ്റെ ആയത്ത്, അതായത് ദൃഷ്ടാന്തം. എൻ്റെ ആയത്തുകൾക്ക്, അതായത് ദൃഷ്ടാന്തങ്ങൾക്ക്, വചനങ്ങൾക്ക്. സമനൻ, വില. ഖലീലൻ, തുച്ഛമായ. വയ്യായ, എന്നെ മാത്രം. ഫത്തഖൂൻ, നിങ്ങൾ എന്നെ സൂക്ഷിക്കുവിൻ. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് ഇത് ബൈ ഹാർട്ടാക്കാൻ നോക്കാം. വ ആമിനു ബിമാ അൻസൽത, വ ആമിനു ബിമാ അൻസൽത, വ ആമിനു ബിമാ അൻസൽത. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. അത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു, മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു, മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു. ഇത് മനസ്സിൽ പതിയുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിത് കാണാതെ ഓതി നോക്കാം. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഔവല കാഫിരിൻ ബിഹി വലാ തസ്തറൂ ബിആയാതി, ഔവല കാഫിരിൻ ബിഹി വലാ തസ്തറൂ ബിആയാതി, ഔവല കാഫിരിൻ ബിഹി വലാ തസ്തറൂ ബിആയാതി. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. അത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്തിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി വലാ തസ്തറൂ ബിആയാതി,
മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനൂ അവ്വല കാഫിരിൻ ബിഹി വലാ തശ്തറൂ ബിആയാതി മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനൂ അവ്വല കാഫിരിൻ ബിഹി വലാ തശ്തറൂ ബിആയാതി. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. അത് മനസ്സിൽ പതിനെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. സമനം ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ വലാ തൽബിസു സമനം ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ വലാ തൽബിസു സമനം ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ വലാ തൽബിസു. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. അത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. വആമിനൂ ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനൂ അവ്വല കാഫിരിൻ ബിഹി വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ വലാ തൽബിസു വആമിനൂ ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനൂ അവ്വല കാഫിരിൻ ബിഹി വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ വലാ തൽബിസു وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ولا تلبسوا. ഇനി നമുക്ക് ഇതൊന്ന് കാണാതെ നോക്കാം. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാവൂ. ഇനി ബൈഹാർട്ട് ആയതിനു ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. മനഃപ്പാഠമാക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് അത് മറന്നു പോകാതെ സൂക്ഷിക്കുക എന്നത്. അതിനായി താഴെ പറയുന്ന 4 ഘട്ടങ്ങൾ പതിവാക്കുക. ഒന്നാമത്തേത് മനസ്സിൽ പതിപ്പിക്കുക. ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്ത് ഖുർആൻ നോക്കി പലതവണ ഓതുക. നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ ആ ആയത്ത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു ചിത്രം പോലെ മനസ്സിൽ പതിയുന്നതുവരെ ശ്രദ്ധയോടെ നോക്കി ഓതുക. മനസ്സ് പാകപ്പെട്ടാൽ മാത്രമേ പഠനം എളുപ്പമാകൂ. രണ്ടാമത്തേത് ആവർത്തിച്ച് ഉറപ്പിക്കുക. ഒരു ആയത്ത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്തതിലേക്ക് പോകരുത്. ആ ആയത്ത് ചുരുങ്ങിയത് 20 തവണയെങ്കിലും കാണാതെ ആവർത്തിച്ച് ഓതണം. ഇത് ആ ആയത്തിനെ നിങ്ങളുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത് സ്വയം തിരുത്തുക. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച ഭാഗം കാണാതെ ഓതി നോക്കുക. എവിടെയെങ്കിലും തടസ്സമോ തെറ്റോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം ഖുർആൻ നോക്കി ആ റെക്കോർഡിംഗ് കേട്ട് നോക്കിയാൽ എവിടെയാണ് തെറ്റിയത് എന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിക്കും. നാലാമത്തേത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പഠിച്ചുറപ്പിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദീർഘനേരം നിസ്കരിക്കാൻ പറ്റും. കൂടാതെ വെറുതെ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഈ ആയത്തുകൾ മനസ്സിലോ പുറത്തോ ഓതിക്കൊണ്ടിരിക്കുക. എത്രത്തോളം നിങ്ങൾ അത് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് മറന്നു പോകാതിരിക്കും. ബൈഹാർട്ട് ആയതിനു ശേഷം നല്ല ഒരു ഖുർആൻ പാരായണത്തിൻ്റെ MP3 കേൾക്കുക. മിഷാരി അൽഫാസിയെ പോലുള്ള നല്ല ഒരു കാരിയുടെ ഖുർആൻ പാരായണം കേൾക്കുക. അത് ആവർത്തിച്ച് കേൾക്കണം.
അത് മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷം മാത്രം കേൾക്കുക. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മൾ ഇന്നും 2 ആയത്തുകൾ പഠിച്ചു. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഇത് മറ്റുള്ളവരിൽ എത്തിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.